വീണ്ടും വാർത്തകളിലേക്ക്. കാളമുറിയിൽ പ്രത്യേക സൗകര്യത്തോടെ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം മതിലകം എസ് ഐ എം കെ രമേശ് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈഗോ ക്ലാഷ് കൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഞാൻ തൃശ്ശൂർ ടൗണിലെ ട്രാഫിക് എസ് ഐ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. തൽക്കാലം അത്രയൊന്നും നീട്ടുന്നില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. വേറൊരു ദിവസം ഇതുപോലെ എന്തെങ്കിലും ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാം. എന്തായാലും ഇങ്ങനെ ഇതിൻ്റെ മുഖച്ഛായയൊക്കെ മാറി നല്ല ഭംഗിയുണ്ട്. ബസ് സ്റ്റോപ്പ് വളരെ നന്നായിട്ടുണ്ട്. ബസ് സ്റ്റോപ്പുകളില്ലാത്തതല്ല നാട്ടിലെ കുഴപ്പം, ബസ് സ്റ്റോപ്പിൽ ജനം നിൽക്കാത്തതാണ്. ബസ് സ്റ്റോപ്പിൽ നിർത്താത്തതുമല്ല. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തിക്കോളും. പക്ഷെ ജനം എന്താ ചെയ്യാറ്? സാധാരണ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടാവും, കുറേ പേര് അവിടെ നിൽക്കും, കുറേ പേര് അപ്പുറത്ത് നിൽക്കും, കുറേ പേര് ഇവിടെ നിൽക്കും. ബസ് സ്റ്റോപ്പിൽ ആരും ഉണ്ടാവില്ല. നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് നിയമഭയമില്ലായ്മയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PG രാജീവ് ചടങ്ങിൽ അധ്യക്ഷനായി. യാത്രക്കാർക്ക് പ്രത്യേക ഇരിപ്പിടവും രാത്രിയായാൽ LED വിളക്കുകളുടെ വെളിച്ചവും ഷെഡിൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ചരക്ക് ലോറി ഇടിച്ചതിനെ തുടർന്ന് ഇവിടത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കൊപ്പം ബസ് കാത്തുനിൽപ്പ് കേന്ദ്രവും തകർന്നിരുന്നു. സമീപത്തെ മംഗല്യ ജ്വല്ലറി ഉടമ പള്ളിപ്പറമ്പിൽ സിദ്ദിഖും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റും ചേർന്നാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. കാളമുറിയിലെ ഓട്ടോ ടാക്സി ചുമട്ടുതൊഴിലാളികളിൽ നിന്നും മുതിർന്നവരായ ശങ്കരൻ, ചന്ദ്രൻ, കറപ്പൻ എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. PK മുഹമ്മദ്, PK റാസിഖ്, CJ സെയ്ദ് മുഹമ്മദ് എന്നിവരും സംസാരിച്ചു. തൃപ്പയാർ NES കായലോര ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 20 മുതൽ 28 വരെ NES തീരത്ത് കായലോര ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20-ാം തീയതി രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫെസ്റ്റിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. TN പ്രതാപൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നിർമ്മാണം പൂർത്തിയായ MK അബ്ദുൽ ഖാദർ ഹാജി, ഹാജ സഫിയ അബ്ദുൽ ഖാദർ ഹാജി സ്മാരക ബഹുനില കെട്ടിടത്തിന്റെയും പെൻഷൻ പദ്ധതിയുടെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. പത്മശ്രീ MA യൂസഫ് അലി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. പെൻഷൻ പദ്ധതിയിലേക്ക് വീസർ ഗ്രൂപ്പ് MD MC ജെന്നി ആന്റണി നൽകുന്ന ജീവകാരുണ്യ ഫണ്ട് മുഖ്യമന്ത്രി ഏറ്റുവാങ്ങും. NES ചലച്ചിത്ര പുരസ്കാരം മഞ്ജു വാര്യർക്ക് മുഖ്യമന്ത്രി സമർപ്പിക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ PD അഞ്ജലി, PA അതുല്യ എന്നിവരെ മുഖ്യമന്ത്രി അനുമോദിക്കും. തപാൽ വകുപ്പ് പുറത്തിറക്കിയ AP രാമൻ സ്റ്റാമ്പ് TN പ്രതാപൻ MLAക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. ഗോകുലം ഗോപാലൻ, ജെന്നി ആന്റണി, CP സാലിഹ് എന്നിവരും മുഖ്യ അതിഥികളായി പങ്കെടുക്കും. CN ജയദേവൻ MP, MLAമാരായ ഗീതാ ഗോപി, PA മാധവൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിദ്യാഭ്യാസ പണ്ഡിതർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. പാചക മത്സരം, ക്രിസ്മസ് ആഘോഷം, ഫ്ലവർ ഷോ, കാർണിവൽ, കായൽ സവാരി, എക്സിബിഷൻ, വള്ളംകളി മത്സരം എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ VAH വലപ്പാട്, PK സുഭാഷ് ചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, E ബാലഗോപാലൻ, VD സന്ദീപ് എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര കുടുംബകൃഷി വാർഷികാചരണത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി കുടുംബകൃഷി പരിശീലന പദ്ധതി ഈ മാസം 20, 21, 22 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കുടുംബകൃഷി വർഷാചരണം സാന്ദ്രാസ് വിമൺ എംപവർമെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വീറ്റ് കൾച്ചർ, അഗ്രികൾച്ചർ എന്ന പദ്ധതി പ്രകാരം ആഹാരശുദ്ധി, ജീവിതശുദ്ധി എന്ന സന്ദേശം നൽകുന്നതിനാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 20-ന് ക്യാമ്പ് അംഗങ്ങളുടെ ഭൂമി വന്ദനത്തോടെ ക്യാമ്പ് ആരംഭിക്കും. തളിക്കുളം ബ്ലോക്ക് പരിധിയിലെ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 50 വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പ്രോജക്ടിന്റെ ഗുണഭോക്താക്കൾ. ഡിസംബർ 20-ന് തൃശൂർ ഔഷധി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ, ദേശീയ അവാർഡ് ജേതാവ് ശ്രീദേവി ടീച്ചർ, പ്രൊഫസർ TR ഹാരി, IT പ്രൊഫഷൻ ഉപേക്ഷിച്ച് മുഴുവൻ സമയ കർഷകരായ രഞ്ജു, വിനീഷ്, വൈശാഖ് എന്നിവരും പങ്കെടുക്കും. സംസ്ഥാന കൃഷി വകുപ്പിന്റെ മികച്ച കൃഷി ഓഫീസർക്കുള്ള ജില്ലാതല അവാർഡ് നേടിയ തളിക്കുളം കൃഷി ഓഫീസർ VS പ്രതീഷ്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ KS ദീപൻ മാസ്റ്റർ, യുവ കർഷക അവാർഡ് നേടിയ സഗീർ മാസ്റ്റർ എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ദീപൻ മാസ്റ്റർ, സജീവ് KS സജിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നുപീടിക ബീച്ച് റോഡിൽ മഹലറ പള്ളിക്കടുത്ത് പോക്കാക്കിലത്ത് ആലി മുഹമ്മദ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സൗദയാണ് ഭാര്യ. സുലൈമാൻ, കുഞ്ഞാമിന എന്നിവർ മക്കളും ഷംല മരുമകളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ.
ചന്ദ്രാപ്പന്നിയിൽ 12 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ നൃത്ത പരിശീലകനും സഹായിയും അറസ്റ്റിൽ. എടത്തിരുത്തിയിൽ അടുപ്പിൽ നിന്ന് തീ പടർന്ന് വയോധികയുടെ വീട് കത്തി നശിച്ചു. ചന്ദ്രാപ്പന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് ശനിയാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.